മൈ ഗോഡ്, അപ്പോ നടന്നതൊക്കെ എനിക്ക് തോന്നിയതാ? ഷിറ്റ്. എന്തു പറ്റി മോളെ? ഗൗതമി, എന്നെ കുറിച്ച് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നതായും അത് കേട്ട് അമ്മ എന്നെ പുറത്താക്കുന്നത് പോലെയും തോന്നി എനിക്ക്. എന്റെ ശരിക്കുള്ള സ്വഭാവം വേദവതി അമ്മ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ എന്റെ ഈ സ്വപ്നം സത്യമാകും ഡാഡി. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ദിവസം ചെല്ലുന്തോറും നിനക്കിങ്ങനെ വട്ടുപിടിക്കുന്ന കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നും മോളെ. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്ന മോളെ? അതെ മോളെ, ഞങ്ങൾ പറയുന്നത് കേക്ക്. ശ്രീകരേട്ടനെ മറന്നിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു ആലോചനയ്ക്ക് ഓക്കെ പറഞ്ഞു എന്ന് മാത്രം പറയരുത് ഡാഡി. ഞാൻ ശ്രീകരനെ മാത്രമേ കല്യാണം കഴിക്കൂ. ശ്രീകരേട്ടനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി കഴിഞ്ഞാ ഒന്നുകിൽ ഞാൻ ചാവും, അല്ലെങ്കിൽ ആവിന് ചാവും. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും. എനിക്ക് ജീവന് കുറച്ച് വിലയൊക്കെ ഉണ്ട്. ശ്രീകരേട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട്. സോ അവന് ചാകുമെന്ന് നിങ്ങളൊക്കെ ഉറപ്പിച്ചോ? ശിവ ശിവ, ശിവരാത്രിയുടെ അന്ന് എന്തൊക്കെയാ മോളെ നീ അമ്പലത്തിൽ വെച്ച് പറയുന്നേ? വിത്തൗട്ട് ശ്രീകർ നിഹാരികയ്ക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണമ്മേ. അതുകൊണ്ടാ ഇത്രയ്ക്ക് തരം താഴേണ്ടി വരുന്നത്. ദിവസം കഴിയുന്തോറും നീ എന്താ മോളെ ഇങ്ങനെ ആവുന്നത്? വെറുതെ എന്നെ ഉപദേശിക്കാൻ ആരും ട്രൈ ചെയ്യണ്ട. കുറച്ചുകൂടെ കഴിഞ്ഞാ അഗ്നികുണ്ഡത്തിന്റെ മുകളിലൂടെ നടക്കണം എനിക്ക്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് മനസ്സിലാവുന്നില്ല. ആ കാര്യം പറയാൻ വേണ്ടിയാ പേടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾ പോയി വേദവതി അമ്മയോട് സംസാരിക്കാം. നിഹാരിക അറിയാതെ പറഞ്ഞതാണ്, വിടണോന്നും പറഞ്ഞ് ഞങ്ങൾ കാല് പിടിച്ചോളാം. അവന് എനിക്ക് തന്ന പണിയായത്. പിന്നെ ശ്രീകരേട്ടന്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ ഞാനിത് ചെയ്തോളാന്ന് ഞാൻ വെറുതെ ഒരു ബിൽഡപ്പ് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ പോയി കാല് പിടിച്ചു കഴിഞ്ഞാ എനിക്ക് അതിന്റെ കേട്. ഞാൻ വെറും കോമാളിയായി പോവും. ഏതെങ്കിലും ഒരു വിധത്തില് ഈ പരീക്ഷണം നേരിടാതെ വഴിയില്ല. ചേച്ചി, അവനി, ചേച്ചി, അവനി. ഹായ് ചിരിയമ്മേ. നിങ്ങൾ വന്നത് ഈ അമ്പലത്തിലേക്കാണോ? എല്ലാരും വന്നിട്ടുണ്ടോ? നിങ്ങൾ മാത്രമേ ഉള്ളൂ? എല്ലാരും വന്നിട്ടുണ്ട്. സൗമ്യയുടെ ഓപ്പറേഷൻ നന്നായി നടത്തി തരികയാണെങ്കിൽ ഇവിടുത്തെ ശിവനൊരു അഭിഷേകം നടത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദൈവത്തേക്കാൾ മുന്നേ ദൈവത്തിനെ പോലുള്ള ശ്രീകർ 5 ലക്ഷം രൂപ തന്ന് സഹായിച്ചതുകൊണ്ട് എന്റെ മകളുടെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ശ്രീകർ അന്നവിടെ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക. നല്ല ആളുകളെ ദൈവം ഇടയ്ക്കിടയ്ക്ക് സങ്കടപ്പെടുത്തിയാലും നല്ലതേ സംഭവിക്കും. ശ്രീകർ 5 ലക്ഷം രൂപ ഈ സുജാതയ്ക്ക് കൊടുത്തെന്നോ? ആ പൈസ എടുത്തത് ആവനിയല്ലമ്മേ. ഓഫീസിൽ ഒരു ആവശ്യം വന്നപ്പോ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി എടുത്തതാ. അപ്പോ അന്ന് ആവനിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇവൻ കള്ളം പറയുകയായിരുന്നല്ലേ? ഈ കാര്യം എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ആ പരമേശ്വരൻ ദയവ് കാണിച്ച ഈ നിഹാരിക ആരാണെന്ന് ഇന്ന് എല്ലാവരും അറിയും ചേച്ചി. എങ്ങനെ? നിഹാരികയ്ക്ക് ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്.
ഇതിനു മുമ്പൊക്കെ ഞാൻ കൊടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇത്തവണ അവൾക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. തീ പോലെയുള്ള സത്യങ്ങൾ ആ അഗ്നികുണ്ഡത്തിൽ വെച്ച് പുറത്തു വരും. എല്ലാം ഇനി ആ ശിവന്റെ കയ്യിലാ. അനീതി ജയിക്കുന്നത് പോലെ ആദ്യം തോന്നിയാലും അന്തിമ വിജയം എപ്പോഴും നീതിക്കായിരിക്കും. ശിവരാത്രിയുടെ അന്ന് ആ ശ്രീ പരമേശ്വരൻ അധർമ്മത്തിന്റെ കൂടെ നിൽക്കുവോ അതോ ധർമ്മത്തിന്റെ കൂടെ നിൽക്കുവോ എന്ന് നോക്കാം. ഞാൻ മനഃപൂർവ്വം പെടുത്തിയതാണെന്ന് പറഞ്ഞ് വിരല് പിടിച്ച് നടക്കുക. രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഭഗവാന്റെ കയ്യിലാ. എല്ലാം ഭഗവാന് സമർപ്പിക്കാം. കാര്യങ്ങളുടെ കിടപ്പ് കണ്ടോ? നീ കാണിച്ചു തന്നാലല്ലേ. അയ്യോ അയ്യോ, നിഹാരിക എന്തെങ്കിലും ചെയ്തോ? നിഹാരികയല്ല, ആവനിയാണോ? ആവനിയുമല്ല. ഒരു ഗ്യാപ്പ് കൊടുത്താ പറഞ്ഞോളൂ. ശരി പറയൂ. ആ ശ്രീകർ ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുണ്ട്. അവൻ എന്താ ചെയ്തേ? 5 ലക്ഷം രൂപ മിസ്സായെന്ന് പറഞ്ഞ് അന്ന് വീട്ടിൽ വെച്ച് പ്രശ്നമായപ്പോ അത് ഓഫീസിൽ എന്തോ ആവശ്യത്തിന് എടുത്തതാണെന്ന് പറഞ്ഞില്ലേ? അത് കള്ളത്തരവാ. പിന്നെന്താ അവൻ ചെയ്തേ? ആ സുജാതയെ അറിയില്ലേ? ആ അറിയാം. അവളുടെ മോളുടെ ഓപ്പറേഷൻ നടത്താൻ എടുത്തു കൊടുത്തതാ. ഉള്ളതാണോ? അതേ ചേച്ചി, നിങ്ങൾ കറക്റ്റായിട്ടല്ലേ കേട്ടെ? ഞാൻ കേട്ടതും കണ്ടതും ഒക്കെ കറക്റ്റ് തന്നെയാ. സുജാത ആവനിയും ഈ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നെ. എന്നെ ഒന്ന് വിശ്വസിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഇതിനൊക്കെ എതിരെ എങ്ങനെയെങ്കിലും ഉടനെ ഒരു ആക്ഷൻ എടുക്കണമല്ലോ. ആവനി വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവൻ 5 ലക്ഷം കൊടുക്കില്ല. ഇതിനു പിറകിൽ മറ്റെന്തോ ഉണ്ട്. സുജാത അവനിക്ക് ആശ്രയം കൊടുത്തതിന് 5ഓ 10ഓ കൊടുത്ത് സഹായിക്കൂന്നല്ലാതെ ഒറ്റയടിക്ക് 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാ ഉറപ്പായും സംശയിക്കേണ്ട കാര്യം തന്നെയാ. നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ച് ഇനി എത്ര സംസാരിച്ചാലും ഒരു കാര്യമില്ല. ഈ കാര്യം നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം. വാ, നടക്ക്. ശിവരാത്രി ഉത്സവത്തിന് നിങ്ങളും കൂടി വന്നതില് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ നിഹാരിക അഗ്നികുണ്ഡത്തിന് മുകളിലൂടെ നടക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അയ്യോ, അങ്ങനെ പറയുന്നത് എന്തിനാ? എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ അവൾ അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായത്. അവളുടെ വാശിയാ ഇതൊക്കെ. എന്തെങ്കിലും കുഴപ്പമുണ്ടായാലോ എന്ന് കരുതിയാ ഞങ്ങളുടെ ഈ പേടി. പൂജകളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന നിഹാരിയയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങളും ഈ അമ്പലത്തിലേക്കാണോ വന്നത്? ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും ഒരിടത്ത് തന്നെ എത്തിയല്ലോ. ഒരുപാട് സന്തോഷം തോന്നുന്നു. ശരിക്കുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാ സന്തോഷമല്ല, ദേഷ്യമാവും വരിക. എന്താ സംഭവിച്ചേ? ഇവരെല്ലാരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ എന്തീ സംസാരിക്കുന്നേ? നമ്മുടെ വീട്ടിൽ നിന്ന് കാണാതെ പോയ 5 ലക്ഷത്തിനെ കുറിച്ച്. ഓഫീസിലെ എന്തോ ആവശ്യത്തിനാണെന്ന് നമ്മളോട് കളവ് പറഞ്ഞ് ഈ സുജാതയുടെ മോളുടെ ഓപ്പറേഷന് വേണ്ടി എടുത്തു കൊടുത്തതാ. ഞങ്ങൾ പറഞ്ഞത് കളവൊന്നും അല്ല, സത്യവാ. ആവനിയും സുജാതയും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. 5 ലക്ഷം എന്താ തമാശയാ? ഇവര് നമ്മളുടെ ആരായിട്ടാ അത്രയൊക്കെ കൊടുത്തേ? ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യത്വം ഉള്ളതുകൊണ്ടാ കൊടുത്തേ. ക്ലീഷേ ഡയലോഗ്സ് പറയല്ലേ ഏട്ടാ. അത്രയും വലിയൊരു സഹായം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോ അന്നാവനെ 5 ലക്ഷം കട്ടെന്ന് പറഞ്ഞത് സത്യമാണെന്ന് അർത്ഥം. ആവനെ സേവ് ചെയ്യാൻ വേണ്ടിട്ടാണോ അന്നങ്ങനെ പറഞ്ഞത് ശ്രീകരേട്ടാ? ആവണിയെ കള്ളിന്ന് വിളിച്ചാ ഞാൻ കേട്ടു നിൽക്കില്ല. കള്ളി കള്ളി എന്നല്ലാതെ പിന്നെന്താ വിളിക്കണ്ടേ? ഒരു വട്ടമല്ല വിളിക്കുന്നത്, കള്ളി 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 എന്ന് തന്നെ വിളിക്കും.
നിന്റെ മുഖം അടിച്ച് ഞാൻ പൊളിക്കും. എന്റെ മോളെ തൊട്ടാ ഞാൻ നോക്കി നിൽക്കുമെന്ന് കരുതിയോ നീ? കൊന്നു കുഴിച്ചു മൂടും ഞാൻ. എന്നാ അവളോട് ഒന്നുകൂടെ പറയാൻ പറ. അപ്പൊ എന്താ ഉണ്ടാവാൻ പോകുന്നെന്ന് കാണാം. ചേച്ചി ചേച്ചി നിങ്ങളിങ്ങ് വന്നേ ചേച്ചി, വാ. നോക്ക് ലാവണ്യ, ഒരാപത്തിൽ പെട്ടപ്പോൾ ശ്രീകർ സാറ് 5 ലക്ഷം രൂപ തന്നെ സഹായിച്ചു എന്നുള്ളത് സത്യം. പക്ഷേ നിങ്ങൾ കരുതുന്ന പോലെ ആ പൈസ ഞാൻ തൊട്ടിട്ടില്ല. ശ്രീകരേട്ടനോട് ചോദിക്കാമെന്ന് കരുതിയെന്നല്ലാതെ ഞാനത് മോഷ്ടിച്ചിട്ടില്ല. നിങ്ങളാരും അറിയാതെ വീട്ടിലിപ്പൊ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? നിങ്ങളോട് എത്ര വലിയ ചതിയാ കാണിക്കുന്നതെന്ന് കണ്ടോ? ഞങ്ങൾ അറിയാതെ അവിടെ ഒന്നും തന്നെ നടക്കില്ല മോള്. 5 ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തത് ശ്രീകർ ഞങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ ചോദിച്ചപ്പോ വേറെ വഴിയില്ലാതെ കള്ളം പറഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങളോട് സത്യം പറഞ്ഞിരുന്നതാ. അപ്പോ നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം. ഇടയ്ക്ക് നിൽക്കുന്ന ഞങ്ങള് വിഡ്ഢികളാവുകയാണെന്ന് മാത്രം. 5ഓ 10ഓ കൊടുത്തോട്ടെ, ഒറ്റയടിക്ക് 5 ലക്ഷം കൊടുക്കാൻ ഈ സുജാത നമ്മുടെ കുടുംബത്തിൽപ്പെട്ടൊന്നും അല്ലല്ലോ. നോശം പിടിച്ചൊരു പെണ്ണ്. വസന്തേ, എന്നോട് ചൂടാവുന്ന എന്തിനാച്ചാ? സുജാതയെ കുറിച്ച് ഒരു അക്ഷരം തെറ്റായി പറഞ്ഞാൽ അത് നന്നാവില്ല. അതെന്താച്ചാ? എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്താന്ന് വെച്ചാ സുജാത എന്റെ അനന്തരവളായതുകൊണ്ട്. അനന്തരവളോ? അതെ, ഇത്രയും ആയ സ്ഥിതിക്ക് ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ശിവരാത്രിക്ക് എനിക്ക് കളവ് പറയാൻ വയ്യ. സുജാത മറ്റാരുമല്ല, എന്റെ പെങ്ങള് സുഭദ്രയുടെ മകളാ. എന്റെ മൂത്ത മോന്റെ ഭാര്യയായി നിന്റെ സ്ഥാനത്തിരിക്കേണ്ടവളാ. ഞങ്ങളുടെ നിർഭാഗ്യം എന്താന്ന് വെച്ചാ സുജാതയുടെ ജാതകം ചേരാതെ പോയതാ. അത് കാരണം ഉണ്ടായ നഷ്ടം എന്താണെന്നറിയോ? എന്റെ പെങ്ങളുടെയും അളിയന്റെയും മരണം. അവളെ എന്റെ വീട്ടിലെ മരുമകളാക്കാൻ പറ്റാത്തതില് അതിന്റെ മനോവിഷമത്തിൽ അവര് മരിച്ചത്. ഞങ്ങള് കാരണം അത്ര വിഷമിച്ചിട്ടുണ്ട് അവര്. അതുകൊണ്ടാ സുജാത ഞങ്ങൾ ഇന്ന് അകത്ത് ജീവിക്കുന്നേ. ഞങ്ങള് തമ്മിൽ കാണുമ്പോഴൊക്കെ എന്തോ പാസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നില്ലേ? ആ കഥ ഇതാ. അതിനുള്ള സമയം ഇപ്പൊ ആയതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇനി ഒരിക്കലും സുജാതയെ പുറത്തൊരാളായിട്ട് കാണരുത്. എന്റെ അനന്തരവളായിട്ട് മാത്രമേ കാണാവൂ. മനസ്സിലായോ? നമ്മളറിയാതെ വീട്ടിലൊരു ഈച്ച പോലും പറക്കില്ലെന്നാ നമ്മളൊക്കെ കരുതുന്നേ. ഞങ്ങൾ എത്ര വിഡ്ഢികളാണെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ ഭയങ്കര സത്യസന്ധരാണെന്നാണ് ഞങ്ങൾ ഇത്രയും കാലം വിചാരിച്ചതമ്മേ. നിങ്ങളും ഒപ്പം അഭിനയിക്കുകയായിരുന്നല്ലേ? ഞങ്ങള് സത്യം മറച്ചു വെച്ചത് കുടുംബത്തിന്റെ സൽപ്പേരിന് വേണ്ടിയ മോള്. ആർക്കും ഒരു ദോഷം ചെയ്യാൻ വേണ്ടിയല്ല, ആരോട് അനീതി കാണിക്കാനായിരുന്നില്ല. ജാതകം ചേർന്നിരുന്നെങ്കിൽ ഈ സുജാത എന്റെ മരുമകളാകുമായിരുന്നു.
രാധാകൃഷ്ണൻ ഞങ്ങളെ വഞ്ചിച്ചില്ലായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലെ മരുമകളാവില്ലായിരുന്നു. രക്തസംബന്ധമായും സ്വന്തം ബന്ധുവായിട്ടും ജാതകം ഒത്തുപോകാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവളെ ഞങ്ങളുടെ മരുമകളാക്കാനായില്ല. ജാതകത്തിന് ഞങ്ങൾ അത്ര വില നൽകുന്നുണ്ട്. അതുകൊണ്ടാ ഇത്രയധികം വർഷമായിട്ടും നിഹാരിക ഞങ്ങൾ ആഗ്രഹിക്കുന്ന ജാതകവുമായി ഞങ്ങളുടെ മരുമകളായിട്ട് വീട്ടിലേക്ക് വന്നത്. ചില സത്യങ്ങളൊക്കെ കാലമായിട്ട് തെളിയിക്കുമെന്ന് പറയാറുള്ളത്. അതുകൊണ്ടാ ഇന്ന് സുജാതയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞത്. ഇനി അങ്ങോട്ട് പുറത്തൊരാളായിട്ടല്ലാതെ നമ്മുടെ വീട്ടിലൊരംഗമായി കാണണം. മൂത്ത മരുമകളുടെ കാര്യത്തിൽ സംഭവിച്ച തെറ്റ് ഇളയ മരുമകളുടെ കാര്യത്തിൽ സംഭവിക്കാതിരിക്കാൻ അമ്മയ്ക്ക് ശരിക്കും നല്ല വാശിയുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞ നിങ്ങളുടെ കല്യാണം അംഗീകരിക്കുന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. മറ്റെന്ത് കാര്യത്തിൽ വേണമെങ്കിലും അവർ ചിലപ്പോൾ അവരുടെ വാശി മറന്നേക്കും. ജാതകത്തിന്റെ കാര്യത്തിൽ പക്ഷേ അവരുടെ വാശി മാത്രമേ വിജയിക്കൂ. ദൈവം ഞാൻ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ ഇത് നിന്റെ കാര്യത്തിൽ നടന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. നീ ഒരുപാട് പോരാടുന്നുണ്ട്, ഒരുപാട് വിഷമിക്കുന്നുണ്ട്, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. നിന്നോട് പക്ഷെ ആ ഭഗവാന് കരുണയും ദയയും ഒന്നും തോന്നാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടണം, ഇനി എന്തൊക്കെ നരകം കാണേണ്ടി വരും നിനക്ക്. എന്നും എനിക്ക് ഇതേ ആലോചന ചേച്ചി. താലി കെട്ടിയ ഭർത്താവ് കൺമുൻപിൽ തന്നെ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷമല്ലാതെ എനിക്ക് മറ്റൊരു സന്തോഷവും എൻ്റെ ജീവിതത്തിലില്ല ചേച്ചി. അമ്മ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? നാളെ എന്റെ അനിയത്തിയുടെ അവസ്ഥ എന്താവും? അവളുടെ ജീവിതം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നെന്ന് നീ കാണുന്നില്ലേ? ഞാൻ കെട്ടിയ താലിയുണ്ട്, ചേച്ചി പേടിക്കണ്ട. നിന്റെ അമ്മ അത് അംഗീകരിച്ചില്ലെങ്കിൽ അത് വെറും ഒരു ചരട് മാത്രമായിട്ട് മാറും ശ്രീകർ. ആ താലിക്ക് വേണ്ട അംഗീകാരം കൊടുക്കാൻ ഒരു മാരേജ് സർട്ടിഫിക്കറ്റും ഉണ്ട്. എന്തൊക്കെ തെളിവുണ്ടായാലും നിന്റെ അമ്മ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ബന്ധുക്കളോട് വഴക്കുണ്ടാക്കി അവനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി താമസിക്കോ? വേർപിരിയുന്നതിനെ കുറിച്ച് അതിനെപ്പറ്റി ആലോചിക്കേണ്ട ചേച്ചി. എന്റെ കൂടെ വേണം. അവനെ എല്ലാവരും സ്വീകരിക്കണം. എന്റെ വിശ്വാസം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക ശ്രീകർ. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഭഗവാൻ എന്നെ എത്രയൊക്കെ പരീക്ഷിച്ചാലും കൈവിടാൻ പോകുന്നില്ല. ഞങ്ങളുടെ ബന്ധം എല്ലാവരും അംഗീകരിക്കും ചേച്ചി. ഞാനും അതേ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അടുത്ത ശിവരാത്രിക്ക് ഞാൻ ശ്രീകരേട്ടന്റെ ഭാര്യയായി അമ്പലത്തിലേക്ക് വരും. ആ പാവത്തിനുള്ള ഒരു അനീതിയും കാണിക്കാതെ നോക്കണം ശ്രീകർ. ചെറിയമ്മ ഭാര്യയാണെന്ന് എപ്പോഴാ പറയാ ചെറിയച്ച? ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും ചെറിയമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചെറിയച്ച. ഒരിക്കലും കരയാറില്ല. പക്ഷെ ഇപ്പൊ എന്നും കരച്ചില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ചെറിയമ്മയുടെ മുഖത്ത് ചിരിയും സന്തോഷവും ഒക്കെ കാണണം ചെറിയച്ച.